ഹായ് ഓൾ, വെൽക്കം ടു ദി റിയൽ ടേസ്റ്റ് ഓഫ് സൗമ്യാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്പാനിഷ് ഓംലേറ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. നമ്മൾക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടിയും പ്രസ് ചെയ്തിട്ട് ഓൾ നാക്കി വെക്കണം. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് വെന്ത് വരണ വരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ക്യാബേജാണ്, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജാണ്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതാ ഒരു വലിയ ഉള്ളി, ഒരു സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതും കൂടിയും ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. ഇപ്പോൾ അത് കണ്ടോ, ഏകദേശം അങ്ങനെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർത്തിട്ട് വേവിക്കരുത്. ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട എടുക്കാം. ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ 4 മുട്ടയും നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ബൗളിലോട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി പൊട്ടറ്റോയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് മാത്രമാണ് ഇതിലുള്ള എരിവ്. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഈ മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടി. പിന്നെ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസിലെ പൊട്ടറ്റോയും ക്യാബേജും ഉള്ളിയും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്പാനിഷ് ഓംലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാക്കണ്ടോ, ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടിയും എല്ലാം കൂടിയും യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലേറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഇതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാനിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തട്ടെ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഓയിൽ. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മിക്സിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് എല്ലാ സൈഡിലേക്കും ഇങ്ങനെ പരത്തി കൊടുക്കാം. ഒരേപോലെ ആവണ വരെ എല്ലാ സൈഡിലേക്കും ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം നമുക്ക് സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഞാൻ അതിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പകുതി ഒഴിച്ചത് ആദ്യം തന്നെ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മൊസറല്ല ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധമില്ല, ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മൊത്തം നമ്മുടെ ആ കൂട്ടാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ചീസ് ഇടുന്നത് കൊണ്ടാണ് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ചീസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതേക്കാണ് ബാക്കി കൂട്ടും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതെല്ലാ സൈഡിലോട്ടും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡൊന്ന് വെന്തിട്ട് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് മാറ്റാം. അപ്പോൾ അതിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പ്ലേറ്റിലേക്ക് ഇതൊന്ന് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണി കഴിയും. അല്ലാതെ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് മറ്റേ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നല്ല അടിപൊളിയാണ്. ചീസും കൂടി ഉള്ളിൽ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.